Dear students, in this video we'll be discussing a topic which is the last step of a research, that is reporting. So here you have to know what is the research report and why it is important. A research report can be a written or an oral record of the research process. Usually we used to follow a written record format, so where the people or the readers can understand what has been done by the researcher, how it has been done, and what was found by the researcher. എന്ത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് കൃത്യമായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഫോർമാറ്റിൽ റിസർച്ചർ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് കൂടുതലും റീഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ചില കേസുകളിൽ സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുള്ള റിസർച്ചൊക്കെ ആണെങ്കിൽ സ്പോൺസേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാനും, സ്റ്റുഡൻസിൻ്റെ കേസുകളിലാണെങ്കിൽ മാർക്കിടുന്ന അസസേഴ്സിന് മാർക്കിടാനും ഒക്കെയാണ് റിസർച്ച് റിപ്പോർട്ടുകൾ ഉപയോഗിക്കാറ്. അതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റിസർച്ചിൻ്റെ ഫൈൻഡിങ്സിനെ പബ്ലിക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ചിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് റിപ്പോർട്ടിങ്ങിനെ കാണേണ്ടി വരും. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് റിസർച്ച് പ്രോബ്ലത്തിനെയും മെത്തേഡിനെയും ഫൈൻഡിങ്സിനെയും സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുക, റിസർച്ചിൻ്റെ ക്വാളിറ്റീനെ അനലൈസ് ചെയ്യണമെങ്കിൽ റിപ്പോർട്ട് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഫ്യൂച്ചർ സ്റ്റഡീസിന് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ എല്ലാ റിസർച്ചേഴ്സും കൃത്യമായിട്ട് റിപ്പോർട്ടിംഗ് ചെയ്തിട്ടുണ്ടാവണം, ആൻഡ് ഫൈനലി ഈ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സിനെ എങ്ങോട്ടെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഒരു പുതിയ പോളിസി ഫോർമുലേഷൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പുതിയൊരു റൂള് ഫോം ചെയ്യാനോ ഒക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെയും റിപ്പോർട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവണം. ആസ് എ റിസർച്ചർ നമ്മൾ റിസർച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫൈൻഡിങ്സിനെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് പബ്ലിക്കിന് ഒരിക്കലും യൂസ്ഫുൾ ആവില്ല, സൊസൈറ്റിക്കും യൂസ്ഫുൾ ആവില്ല. ദെൻ അതുകൊണ്ട് തന്നെയാണ് റിസർച്ച് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയണേ. സോ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ റിസർച്ച് വർക്കിൻ്റെ എൻറ്റയർ വർക്ക് ചിലപ്പോൾ ഒരു വർഷമോ 2 വർഷമോ 3 വർഷമോ 5 വർഷമോ ഒക്കെ എടുത്ത് ചെയ്യുന്ന റിസർച്ച് വർക്കിനെ വളരെ സ്ട്രക്ചേർഡായിട്ട് സമ്മറൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് പുതിയ പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് റിപ്പോർട്ടിംഗ് ആവശ്യമാണ്. ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ, അതായത് വൺസ് എ റിസർച്ചർ ഹാസ് ഗെയിൻഡ് ന്യൂ ഐഡിയാസ് ഫ്രം ദ റിസർച്ച് വർക്ക്, ഈ ഐഡിയ മറ്റുള്ളവരിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ഹി ഹാസ് ടു റിപ്പോർട്ട് ഇറ്റ് പ്രോപ്പർലി. ദെൻ ആക്ഷനബിൾ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ്, അതാണ് റിസൾട്ടുകളെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. റിസർച്ച് ചെയ്ത റിസർച്ചറുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കണമെങ്കിൽ റിപ്പോർട്ടിംഗ് ആവശ്യമാണ്. ആൻഡ് ഫൈനലി എൻറ്റയർ റിസർച്ച് വർക്കിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യണമെങ്കിലും യു നീഡ് റിസർച്ച് റിപ്പോർട്ടിംഗ്. ഇനി നമുക്ക് പല രീതിയിൽ റിസർച്ചിൻ്റെ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാം, പക്ഷേ കോമൺ ആയിട്ട് വരുന്ന കണ്ടൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എല്ലായിടത്തും ഫോളോ ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരു റിസർച്ച് റിപ്പോർട്ട് നല്ലതാണെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇനി പറയുന്ന ഫാക്ടേഴ്സ് അതിനാവശ്യമാണ്. ഒന്ന്, അതിന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, എല്ലാ ടെക്നിക്കൽ ടേംസും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, സിമ്പിളായിട്ടുള്ള അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള വാക്കുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്, കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും റിപ്പോർട്ടിൽ ഉണ്ടാവരുത്. ദെൻ ബ്രെവിറ്റി എന്ന് പറയുന്നത് വളരെ ബ്രീഫ് ആയിരിക്കണം, അനാവശ്യമായിട്ടുള്ള ഇറലവൻറ്റ് ഡാറ്റാസ് ഒഴിവാക്കി റെലവൻറ്റ് ഡാറ്റാസ് മാത്രം കൊണ്ടുവരിക, റിപ്പീറ്റേഷൻസ് ഒഴിവാക്കുക. ദെൻ കംപ്ലീറ്റ് ആയിരിക്കണം, നോ ഡാറ്റ ഷുഡ് ബി ഹിഡൻ ഇൻ ദ റിപ്പോർട്ട്, എവറിത്തിങ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. എവറിത്തിങ് എന്ന് ഉദ്ദേശിക്കുന്നത് റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. ദെൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാവുള്ളൂ. പ്രൂഫ് അടക്കം, അതായത് ഇന്ന രീതിയിൽ ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് എവിഡൻസോടുകൂടി വേണം റിപ്പോർട്ടിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ ഒബ്ജക്റ്റിവിറ്റി, ഇത് ആളുകൾക്ക് വായിക്കാനുള്ളതാണ്, ഇതിൻ്റെ റിസൾട്ടുകൾ മുന്നോട്ട് ആവശ്യമുള്ളതാണെന്നുള്ള ബോധത്തോടു കൂടി വേണം, ഒബ്ജക്റ്റീവോടു കൂടി വേണം റിസർച്ചർ റിപ്പോർട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ ലോജിക്കലായിട്ടുള്ളൊരു ഫോർമാറ്റും സീക്വൻസും ഓർഡർ ഫോളോ ചെയ്യണം, അതായത് ആദ്യം പറയേണ്ട കാര്യങ്ങൾ ആദ്യവും അവസാനം പറയേണ്ട കാര്യങ്ങൾ അവസാനവും കൃത്യമായിട്ടുള്ള ഓർഡറിൽ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടാവണം. റീഡബിൾ ആയിരിക്കണം, റീഡബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ലാംഗ്വേജുകൾ ഉപയോഗിക്കുക, സിമ്പിളായിട്ടുള്ള ഫ്രേസസും കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കി വളരെ സിമ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, വായിക്കാൻ പറ്റുന്ന രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൺസിസ്റ്റൻസി, ഒരു റിസർച്ചേഴ്സ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും ആർഗ്യുമെൻസും എല്ലാം എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണം റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു റിസർച്ച് തുടങ്ങി ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു കാര്യം കുറച്ച് ചാപ്റ്റേഴ്സ് അപ്പുറത്തേക്ക് നീങ്ങി ഒരു റിസർച്ചർ പറയുവാണെങ്കിൽ വായിക്കുന്ന റീഡേഴ്സിന് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അവിടെയാണ് കൺസിസ്റ്റൻസി, ആ ഒരുമ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അതേപോലെ കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റി, ഈ റിസർച്ച് റിപ്പോർട്ട്
മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണെന്ന് റിസർച്ചർക്ക് ബോധം ഉണ്ടായിരിക്കണം. ആ രീതിയിൽ വേണം അദ്ദേഹം റിപ്പോർട്ട് ഉണ്ടാക്കാൻ. ആൻഡ് ഫൈനലി ഇത് പ്രൊഫഷണലി അപ്പിയേർഡ് ആയിരിക്കണം. അതായത് നല്ല പ്രിൻറ്റ് ക്വാളിറ്റിയും നല്ല പേപ്പർ ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരിക്കണം. അതേപോലെ കളേഴ്സ് ആഡ് ചെയ്യേണ്ട സ്ഥലത്ത് കളേഴ്സ് ആഡ് ചെയ്യണം. ടേബിൾസും ഗ്രാഫുകളും ചാർട്ടുകളും ഒക്കെ ഉൾപ്പെടുത്തിയത് മാക്സിമം പ്രൊഫഷണലി ലുക്ക് വരുത്തിയെടുക്കാനായിട്ട് റിസർച്ചർ ശ്രമിക്കേണ്ടതാണ്. ഇനി മൂവിങ് ഓൺ, നമുക്ക് പല തരത്തിൽ റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. അതിൽ കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് റിപ്പോർട്ട്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് രണ്ട് ടൈപ്പാണ്. ഓറൽ റിപ്പോർട്ടും റിട്ടൺ റിപ്പോർട്ടും. ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. ഓറൽ റിപ്പോർട്ട് മീൻസ് ഇറ്റ് ഇസ് എ സ്പോക്കൺ പ്രസൻറ്റേഷൻ, ഇറ്റ് ഇസ് നോട്ട് റിട്ടൺ. ഇത് പ്രിൻറ്റഡോ എഴുതിയതോ ഒന്നുമല്ല, അത് നമ്മൾ ഓറലി സംസാരിക്കുന്ന പ്രസൻറ്റേഷനാണ്. റിസർച്ചിൽ ഉണ്ടായ ഫൈൻഡിങ്സിനെയെല്ലാം നമ്മൾ സ്പോക്കൺ പ്രസൻറ്റേഷൻ, വായ കൊണ്ട് പറയുന്ന രീതിയാണെങ്കിൽ അതിനെ ഓറൽ റിപ്പോർട്ട് എന്നാണ് പറയുക. അപ്പോൾ ഇത് ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിൻ്റെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനെയും നമുക്ക് റിപ്പോർട്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പക്ഷേ അത് റിട്ടേൺ അല്ല, ഓറലി പറയുന്നതാണ്. ദാറ്റ് ഇസ് വാട്ട് യു കോൾഡ് ഓറൽ റിപ്പോർട്ട്. അപ്പോൾ ഈ ഓറൽ റിപ്പോർട്ട് പലപ്പോഴും വളരെ ബ്രീഫായിരിക്കും. കാരണം ഒരിക്കലും നമുക്കൊരു 300 പേജുള്ളൊരു റിപ്പോർട്ട് നമുക്ക് വായ കൊണ്ട് പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇനി പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് കേട്ടിരിക്കുന്നതും പോസിബിൾ അല്ല. അപ്പോൾ അത് ഏറ്റവും ചുരുക്കി ഒരു മാക്സിമം 30 to 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour എടുത്ത് ഏറ്റവും കൂടിപ്പോയാൽ അങ്ങനെയും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ ബ്രീഫായിരിക്കും. ഇത് ഡയറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? കാരണം ആൾക്കാരുടെ മുൻപിൽ അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ നമുക്ക് ഡെലിവർ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇത് ഓറൽ പ്രസൻറ്റേഷൻ ആണ്. ദെൻ ഇത് വളരെ പെട്ടെന്ന് ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ട സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നത്. റിപ്പോർട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് പ്രിൻറ്റ് ചെയ്യാനോ എഴുതാനോ ഒന്നുള്ള സമയമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഓറൽ റിപ്പോർട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ വേണമെങ്കിൽ ഈ ഓറൽ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലൈഡുകളോ അല്ലെങ്കിൽ ചാർട്ടുകളോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് ഓൾസോ ദിസ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഇൻ പ്രോഗ്രസ് മീറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ്. പലപ്പോഴും ഇതേപോലെ പ്രോഗ്രസ്, ഇപ്പോൾ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തു, അതിൻ്റെ ഇഫക്റ്റീവ്നെസ് അറിയാൻ വേണ്ടി എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ ആ 6 മാസത്തെ കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ ഓറലി പ്രസൻറ്റ് ചെയ്യാം റാദർ ദാൻ റിട്ടേൺ റിപ്പോർട്ട്സ്. ഇതിനെയാണ് നമ്മൾ ഓറൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് ടൈപ്പ് ഇസ് റിട്ടേൺ റിപ്പോർട്ട്. റിട്ടേൺ റിപ്പോർട്ട് എന്തായിരിക്കും? റിട്ടേൺ ആയിട്ടുള്ള ഫോർമാറ്റിൽ എഴുതിയോ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റഡ് ഫോമിലായിരിക്കും ഈ റിപ്പോർട്ട് ഉണ്ടാവുക. ആൻഡ് ഇത് വളരെ ഡീറ്റെയിൽഡും പെർമനൻറ്റും ആയിരിക്കും. കാരണം ഓറൽ റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം പെർമനൻ്റ് അല്ല. അത് ഇന്ന് പറഞ്ഞാൽ ആ കേട്ട മൊമെൻറ്റിൽ അത് കഴിഞ്ഞു പോയി. ഇനിയും അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രസൻറ്റർ വീണ്ടും പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ റിട്ടേൺ റിപ്പോർട്ട് അങ്ങനെയല്ല ഉണ്ടാവുക. ഇനി ഈ റിട്ടേൺ റിപ്പോർട്ടിനെ 3 സബ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ റിപ്പോർട്ട്, പോപ്പുലർ റിപ്പോർട്ട് ആൻഡ് ഇൻറ്ററിം റിപ്പോർട്ട്. ടെക്നിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ദിസ് ഇസ് മെൻറ്റ് ഫോർ റിസർച്ചേഴ്സ് ആൻഡ് എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ്. എക്സ്പേർട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പാണ് ടെക്നിക്കൽ റിപ്പോർട്ട്. കാരണം ഇതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തുണ്ടാവും? റിസർച്ചിൻ്റെ മെത്തഡോളജീസും സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ടും റെഫറൻസുകൾക്കൊക്കെ ആയിരിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുക. കാരണം എന്താ? ഇത് ചെയ്തിരിക്കുന്നത് എക്സ്പേർട്സിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്കിത് കൃത്യമായിട്ട് അവർക്ക് കൂടുതലും താല്പര്യമുള്ളത് ഇതിൻ്റെ മെത്തഡോളജി പാർട്ടും റെഫറൻസ് പാർട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ടും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ ടെക്നിക്കലായിട്ടുള്ള വാക്കുകളും ടെക്നിക്കൽ ലാംഗ്വേജും ടെർമിനോളജീസും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത് വളരെ ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഇത് കാരണം ടു ദ പോയിൻറ്റ്, കൂടുതൽ ഡീറ്റെയിൽസും എക്സ്പ്ലനേഷൻസും ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. കാരണം ദിസ് ഇസ് മെൻറ്റ് ഫോർ എക്സ്പേർട്സ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരുന്നില്ല. ആൻഡ് ഓൾസോ ദിസ് വിൽ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടേബിൾസ്, ഗ്രാഫ്സ് ആൻഡ് അപ്പൻഡിസസ് ഓൾസോ. ഇതിനെയാണ് നമ്മൾ ടെക്നിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു പോപ്പുലർ റിപ്പോർട്ട്. ഇത് നോർമലായിട്ടുള്ള റീഡേഴ്സിന് വേണ്ടി, എക്സ്പേർട്ട് അല്ലാത്ത ജനറൽ പബ്ലിക്കിന്, ജനറൽ റീഡേഴ്സിന്, അതായത് റിസർച്ചർക്ക് അറിയാം എൻ്റെ ഈ റിപ്പോർട്ട് ആര് വേണമെങ്കിലും വായിക്കാൻ സാധ്യതയുള്ളതാണ്, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു റിപ്പോർട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ടിനോ അല്ലെങ്കിൽ മെത്തഡോളജിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പകരം ഈ റിസർച്ചിൻ്റെ കീ ഫൈൻഡിങ്സ് എന്തൊക്കെയായിരുന്നു, ഈ റിസർച്ചിൻ്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ലാംഗ്വേജിലും ക്ലിയർ ആയിട്ടുള്ള വലിയ ടെക്നിക്കൽ കാര്യങ്ങളൊന്നുമില്ലാത്ത, ടെക്നിക്കൽ ടെർമിനോളജീസ് ഇല്ലാത്ത രീതിയിലായിരിക്കും പോപ്പുലർ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടാവുക. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കൺക്ലൂഷൻസും അത് പ്രാക്ടിക്കലി എത്രത്തോളം ഉപയോഗം
ഉള്ളതാണ് എന്നുള്ള രീതിയിലായിരിക്കും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ദിസ് ഇസ് മെൻറ്റ് ഫോർ മീഡിയ, പബ്ലിക് ആൻഡ് പോളിസി മേക്കേഴ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് യു കോൾ പോപ്പുലർ റിപ്പോർട്ട്. ഫൈനലി ഇൻ്ററിം റിപ്പോർട്ട്. ഇൻ്ററിം റിപ്പോർട്ട് എന്ന് പറയുന്നത് ലോങ് ടേം റിസർച്ചുകൾ നടക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 വർഷത്തെ റിസർച്ചാണെന്ന് കരുതുക. ഈ 5 വർഷത്തെ റിസർച്ചിൻ്റെ ഇടയിൽ ഓരോ ഗ്യാപ്പുകളിലായിട്ട് എത്രത്തോളം റിസർച്ചിൻ്റെ പ്രോഗ്രസ് നടന്നു, എവിടം വരെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ഇയർലിയോ അല്ലെങ്കിൽ ഒരു ഹാഫ് ഇയർലിയോ ഒക്കെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻ്ററിം റിപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം എന്താ, ഇൻ ബെറ്റ്വീൻ ആണ്. ദ റിപ്പോർട്ട് ഇസ് പ്രിപ്പയർഡ് ഇൻ ബെറ്റ്വീൻ, നോട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി റിസർച്ച്. റിസർച്ച് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നില്ല, പകരം ഇടയിൽ ഫ്രീക്വൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇടയിലുള്ള റെഗുലർ ഇൻ്റർവെല്ലുകളിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ഇൻ്ററിം റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്ററിം റിപ്പോർട്ടിൽ എന്തായിരിക്കും, ഓരോ ഇടവേളകളിലും റിസർച്ച് എന്തോരം കംപ്ലീറ്റ് ആയി, ഇതുവരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി, ഇനി മുൻപോട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളായിരിക്കും ഇൻ്ററിം റിപ്പോർട്ടിനകത്തുള്ളത്. അതേപോലെ ഇതുവരെയുള്ള റിസർച്ച് വർക്ക്, അതിൻ്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഫീഡ്ബാക്കുകളോ എടുക്കാനായിട്ട് സാധിക്കും. കാരണം ഈ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്ത് അയാൾക്ക് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ഗിവ് അസ് ഫീഡ്ബാക്സ് റിഗാർഡിംഗ് ദ റിസർച്ച് വർക്ക് ടിൽ ഡേറ്റ്. ആൻഡ് ഫൈനലി നേരത്തെ പറഞ്ഞ പോലെ ഇത് വല്ല പ്രൊജക്ട് സൂപ്പർ, ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. അതുവരെയുള്ള എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയാനും ഇനി മുന്നോട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്പോൺസേർഡ് ആയിട്ടുള്ള റിസർച്ച് ആണെങ്കിലും ഈ പറയുന്ന ഇൻ്ററിം റിപ്പോർട്ട് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൺലി ഇഫ് ഇറ്റ് ഇസ് എ ലോങ് ടേം പ്രൊജക്റ്റ്. ഇപ്പോൾ ആകെ ഒരു മാസം കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് ഇൻ്ററിം റിപ്പോർട്ടുകളുടെ ആവശ്യം വരുന്നില്ല. ലോങ് ടേം ആയിട്ടുള്ള റിസർച്ച് ആണെങ്കിൽ മാത്രമേ ഇൻ്ററിം റിപ്പോർട്ട്സ് വരുള്ളൂ. ഇനി ഏത് ടൈപ്പ് ഓഫ് റിപ്പോർട്ടുകളാണെങ്കിലും കോമൺ ആയിട്ട് ഒരു റിപ്പോർട്ടിനകത്ത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കണ്ടൻറ്റിനെ അറേഞ്ച് ചെയ്യേണ്ടത്, അതിനെയാണ് നമ്മൾ ലേ ഔട്ട് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക്കലി നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കണം. ആ ഓർഗനൈസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വേണം എന്നുള്ളത് വളരെ ബ്രീഫായിട്ട് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം. ദർ മേ ബി 3 സെഷൻസ് ഇൻ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന 3 സെഷൻസ് ആണ്. ഒന്ന് പ്രിലിമിനറി സെഷൻ, മെയിൻ ബോഡി ഓഫ് ദ റിസർച്ച് റിപ്പോർട്ട് ആൻഡ് എൻഡ് സെഷൻ. ഇതിൽ പ്രിലിമിനറി സെഷനകത്ത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഹെൽപ്സ് ദ റീഡേഴ്സ് നാവിഗേറ്റ് ദ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടാകാമെന്ന് റീഡേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഏരിയ ആണ് പ്രിലിമിനറി സെഷൻ. ഒരു ഗ്ലാൻസിൽ തന്നെ ഈ റിപ്പോർട്ടിനെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ റീഡേഴ്സിന് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് പ്രിലിമിനറി സെക്ഷൻ. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്, ടൈറ്റിൽ പേജ് ഉണ്ടാവും. ഈ റിസർച്ചിൻ്റെ ടൈറ്റിൽ എന്താണ്, റിസർച്ച് ചെയ്തത് ആരാണ്, എവിടെയുള്ള റിസർച്ചറാണിത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കെയർ ഓഫിലാണ് ചെയ്തിരിക്കുന്നത്, ഇത് ചെയ്തത് എന്നാണ്, ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്നാണ്, കാരണം റീസെൻ്റായിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ ഒത്തിരി കൊല്ലം മുമ്പ് ചെയ്തതാണോ എന്നൊക്കെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ടൈറ്റിൽ പേജിൽ ഇത്രയും കാര്യങ്ങളുണ്ടാവും. അതേപോലെ അക്നോളജ്മെൻറ്റ് പേജ്, ആർക്കൊക്കെയാണ് ഈ റിസർച്ചർ നന്ദി പറഞ്ഞിരിക്കുന്നത്. നന്ദി എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇത്രയും ആളുകളുടെ സപ്പോർട്ട് എടുത്തിട്ടാണ് റിസർച്ചർ ഈ വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ സപ്പോസ് അക്നോളജ്മെൻറ്റ് പേജിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അധ്യാപകൻ്റെയോ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു റിസർച്ചറുടെയൊക്കെ പേര് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ടും സഹായവും എടുത്തിട്ടാണ് ഈ പെർട്ടിക്കുലർ റിസർച്ചർ വർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ പ്രിഫേസ് ആൻഡ് ഫോർവേഡ് എന്ന് പറയും. പ്രിഫേസ് അല്ലെങ്കിൽ ഫോർവേഡ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ പ്രിഫേസ് എന്ന് പറയുന്നൊരു ഏരിയ കാണും, ആമുഖം അല്ലേ. ദാറ്റ് മീൻസ് വളരെ ബ്രീഫായിട്ട് ഈ റിസർച്ച് നടന്ന സാഹചര്യം, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ സ്റ്റഡി പറയുന്നൊരു സ്ഥലമാണ് പ്രിഫേസ്. ദെൻ ടേബിൾ ഓഫ് കണ്ടൻസ്, ലിസ്റ്റ് ഓഫ് ടേബിൾസ്, ഫിഗേഴ്സ് ഓർ ഗ്രാഫ്. ഈ മൊത്തം റിസർച്ച് റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ കണ്ടൻറ് ഉണ്ടെന്ന് ചാപ്റ്റർ വൈസ് ഡിവൈഡ് ചെയ്ത് പേജ് നമ്പർ ഇട്ട് പറയും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ടേബിൾസോ ഗ്രാഫുകളോ ഫിഗറുകളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ്ലി മറിച്ച് നോക്കാൻ പാകത്തിന് കൃത്യമായ അതിൻ്റെ പേരും പേജ് നമ്പറും അറേഞ്ച്ഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് പ്രിലിമിനറി സെഷൻ. ഇനി മെയിൻ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ ഈ റിസർച്ചിൻ്റെ ഡീറ്റെയിൽഡ് കണ്ടൻറ്റ് വരുന്നൊരു കോർ സെഷനാണ് മെയിൻ ബോഡി. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഈ റിസർച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം,
ഇറ്റ് വിൽ ഡിഫൈൻ ദി റിസർച്ച് പ്രോബ്ലം വെരി ക്ലിയർലി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. ദെൻ മെത്തഡോളജി, നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റിസർച്ച് ഡിസൈൻ, ഡാറ്റ ഏത് ഡാറ്റയാണ് കളക്ട് ചെയ്തത്, ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഡാറ്റ കളക്ഷൻ നടത്തിയത്, ഏത് രീതിയിലാണ് നിങ്ങൾ അനലൈസ് ചെയ്തത്, അങ്ങനെയുള്ള മെത്തഡോളജിക്കൽ പാർട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ദെൻ മൂവിങ് ഓൺ ടു ഫൈൻഡിങ്സ്, എന്താണ് നിങ്ങളുടെ റിസർച്ചിൻ്റെ റിസൾട്ട് എന്താണ്, നിങ്ങളുടെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആൻഡ് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് ലിമിറ്റേഷൻ എന്ന് പറയുന്നൊരു ഹെഡിങ്ങിൽ പറയാം. ദെൻ കൺക്ലൂഷൻ, നിങ്ങളുടെ കീ ഫൈൻഡിങ്സുകളെ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് പറയുന്ന ഒരു സ്ഥലമാണ് കൺക്ലൂഷൻ. ആൻഡ് ഫൈനലി റെക്കമെൻഡേഷൻസ്, ദ റിസർച്ചർ വിൽ ബി സജസ്റ്റിംഗ് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ബേസ്ഡ് ഓൺ ദ കൺക്ലൂഷൻ, ദ പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ബേസ്ഡ് ഓൺ ദി കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങൾ ചേർന്നാൽ നമുക്ക് മെയിൻ ബോഡി ആയിരിക്കാം. ആൻഡ് ദ ലാസ്റ്റ് വൺ എൻഡ് സെക്ഷൻ. എൻഡ് സെക്ഷനകത്ത് അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള, ഈ റിസർച്ചിനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ചില മെറ്റീരിയൽസും കണ്ടൻറ്റുകളുമാണ് എൻഡ് സെഷനിൽ വരുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വരിക: ബിബ്ലിയോഗ്രഫി, അപ്പൻഡിക്സ് ആൻഡ് ഗ്ലോസറി. ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പേസ് വെയർ all the sources and references used by the researcher will be depicted. റിസർച്ചർ ഈ സ്റ്റഡി നടത്താൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സോഴ്സസും, അയാളൊരു പിക്ചർ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ ടേബിൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു മെത്തഡോളജി ഉപയോഗിച്ചു. ഇതിനൊക്കെ വേണ്ടി എവിടെ നിന്നൊക്കെയാണോ ഡാറ്റ സോഴ്സസ് എടുത്തിരിക്കുന്നത്, എവിടെ നിന്നൊക്കെയാണോ ഇയാൾ ഈ ഒരു റിസർച്ച് ഫോർമുലേറ്റ് ചെയ്തെടുത്തത്, ആ സോഴ്സസുകളും റെഫറൻസുകളും കാണിക്കുന്ന സ്ഥലമാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. ഇനി അപ്പൻഡിക്സ് ആണ്. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റോ ഡാറ്റ. ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്താൽ ക്വസ്റ്റ്യനെയർ നിങ്ങൾ അവിടെ അറ്റാച്ച് ചെയ്യും. അതാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ കീഴിലാണ് ക്വസ്റ്റ്യനെയർസ് വെക്കുന്നത്. ഇനി നിങ്ങളൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റ അനാലിസിസ് ചെയ്തപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് ഷീറ്റിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ഒരു കോപ്പി നിങ്ങൾ അപ്പൻഡിക്സിൽ വെക്കേണ്ടതായിട്ട് വരും. ആൻഡ് ഗ്ലോസറി മീൻസ് ഇറ്റ് ഇസ് സിമിലർ ടു ഡിക്ഷണറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡിക്ഷണറിക്കകത്തുള്ളതുപോലെ എവറിത്തിങ് അണ്ടർ സ്കൈ അതിനകത്ത് ഉണ്ടാവില്ല. പകരം നിങ്ങളുടെ റിസർച്ചിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ ടേംസിൻ്റെ മീനിങ് ഒരു ഡിക്ഷണറിയിൽ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് ഗ്ലോസറി. ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോൾ നിങ്ങളുടെ എൻഡ് സെക്ഷനും കംപ്ലീറ്റ് ആയി. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി ബേസിക് ലേ ഔട്ട് ഓഫ് എ റിസർച്ച് റിപ്പോർട്ട്. ഫൈനലി മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ടോപ്പിക്, ഓൾമോസ്റ്റ് ദ ലാസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് റെഫറൻസസ്. ഇതിൻ്റെ തന്നെ ഒരു പാർട്ടായിട്ട് വേണമെങ്കിൽ പറയാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ റെഫറൻസിനെ പറ്റി സംസാരിച്ചായിരുന്നു. ബിബ്ലിയോഗ്രഫി ആൻഡ് റെഫറൻസസ്. അവിടെ ബിബ്ലിയോഗ്രഫി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ച എല്ലാ ഡാറ്റയുടെയും സോഴ്സസ് കാണിക്കുന്ന സ്ഥലമാണ് ബിബ്ലിയോഗ്രഫി. പക്ഷേ റെഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള പ്രീവിയസ് വർക്ക്സിനെയാണ് നമ്മൾ റെഫറൻസിനകത്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ റിഫറൻസ് മീൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ യൂസ്ഡ് ഇൻ എ റിസർച്ച് വർക്ക്. ഈ റിസർച്ചർ ഇതിന് മുൻപ് ഉപയോഗിച്ചിട്ടുള്ള റിസർച്ചേഴ്സിനെയോ അല്ലെങ്കിൽ ഒറിജിനൽ മെറ്റീരിയൽസിനെയോ ട്രേസ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് റെഫറൻസസ് എന്ന് പറയുന്നത്. ഈ റെഫറൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഞാനൊരു റിസർച്ചറാണ്, എനിക്ക് മറ്റ് റെഫറൻസുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ റെഫറൻസുകളെല്ലാം ഞാൻ എൻ്റെ വർക്കിൽ മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവണം. അതായത് ഞാൻ ഇന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന ആളുകളുടെ വർക്ക് റെഫർ ചെയ്തിട്ടാണ് എൻ്റെ വർക്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തതെന്ന് ഞാൻ അംഗീകരിക്കണം. ഞാൻ അതിനെ അംഗീകരിച്ച് എൻ്റെ റിസൾട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സൈറ്റിംഗ് റെഫറൻസസ്. CITING, സൈറ്റിംഗ്, സൈറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സൈറ്റിംഗ് ചെയ്യുന്നതിന് ചില പെർട്ടിക്കുലർ ഫോർമാറ്റ്സ് ഉണ്ട്. അതിനെയാണ് റെഫറൻസ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ദർ ഇസ് നോ പെർട്ടിക്കുലർ റെഫറൻസ് സ്റ്റൈൽ, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഇന്ന സ്റ്റൈലൊന്നുമില്ല. പക്ഷെ ഒത്തിരി സ്റ്റൈലുകളുള്ളതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള 3 സ്റ്റൈൽസാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. APA സ്റ്റൈല്, MLA സ്റ്റൈല് ആൻഡ് ചിക്കാഗോ സ്റ്റൈൽ. ഇതിൽ APA സ്റ്റൈൽ എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റെഫറൻസ് സ്റ്റൈലാണ്. ഇത് കൂടുതലും സോഷ്യൽ സയൻസ് റിസർച്ചുകളിലാണ് ഉപയോഗിക്കുക. ആൻഡ് ഇതിനകത്ത് ഇവർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഓതർ ഡേറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. ഓതറിൻ്റെ പേര്, അതിൽ ഓതറിൻ്റെ ലാസ്റ്റ് നെയിം ആയിരിക്കും അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതാദ്യം എഴുതും. ഒരു ഓതറിൻ്റെ പേര് എഴുതുമ്പോൾ പേരിൻ്റെ ആദ്യം ലാസ്റ്റ് നെയിമാണ് കാണിക്കുക. ഇപ്പം നമ്മൾ സാധാരണ ഒരാളുടെ പേര് എഴുതുമ്പോൾ എങ്ങനെയാണ്? ലാസ്റ്റ് നെയിം ലാസ്റ്റ് ആയിരിക്കും കാണിക്കുന്നത്. ഫസ്റ്റ് നെയിം ഫസ്റ്റ്, മിഡിൽ നെയിം ദെൻ, ആൻഡ് ലാസ്റ്റ് വിൽ ബി ദ ലാസ്റ്റ് നെയിം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല.
ഓതറിൻ്റെ ലാസ്റ്റ് നെയിം ആയിരിക്കും ഏറ്റവും ആദ്യം കാണിക്കുന്നത്, അതിനുശേഷം ഡേറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതായത് അയാൾ ചെയ്ത വർക്കിൻ്റെ ഡേറ്റ് ഇപ്പോൾ 2020 ആണെങ്കിൽ 2020 എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഓതറിൻ്റെ പേരിനും ഡേറ്റിനുമാണ്. ഇനി MLA സ്റ്റൈലാണെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ ആണ്. ഇത് കൂടുതലും ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റ് വർക്കുകൾക്ക് ഉപയോഗിച്ചുകൂടാന്നൊന്നുമില്ല, ഹ്യൂമാനിറ്റീസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഓതേഴ്സിൻ്റെ ഫുൾ നെയിംസ് കൊടുക്കാറുണ്ട്. ലാസ്റ്റ് നെയിം മാത്രമല്ല, ഓതേഴ്സിൻ്റെ ഫുൾ നെയിമും കൊടുക്കാറുണ്ട്. ഡേറ്റും അത് പബ്ലിഷ് ചെയ്തതിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുക്കാറുണ്ട്. ആൻഡ് കൂടുതലായിട്ടും ഇതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈറ്റിൽസ് അണ്ടർലൈൻ ചെയ്തായിരിക്കും കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു റിസർച്ചിൻ്റെ ടൈറ്റിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റഡി ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺസ് എമംഗ് വുമൺ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ, അയാൾ റിസർച്ചർ ചെയ്ത വർക്കാണ് നമ്മൾ സൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ടൈറ്റിൽ അണ്ടർലൈൻ ചെയ്തിട്ടായിരിക്കും കാണിക്കുക. പക്ഷേ മറ്റേ APA സ്റ്റൈൽ, നേരത്തെ പറഞ്ഞ സ്റ്റൈലിലാണെങ്കിൽ അവിടെ ടൈറ്റിൽസ് ഇറ്റാലിക്സിലായിരിക്കും കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ചിക്കാഗോ സ്റ്റൈലാണ്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ പ്രസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. ഇവിടെ നോട്ട്സ് ബിബ്ലിയോഗ്രഫി സിസ്റ്റമാണ് ഉപയോഗിക്കുക. കൂടുതലും ഹ്യൂമാനിറ്റീസിലാണ് ഇത് യൂസ് ചെയ്യാറ്. ഇത് നേരിട്ട് ബിബ്ലിയോഗ്രഫിയിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേജിൻ്റെ ഏറ്റവും അടിയിൽ ഫൂട്ട് നോട്ടായിട്ടൊക്കെയാണ് ഇവർ ഈ ചിക്കാഗോ സ്റ്റൈൽ റെഫറൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ സയൻസിലും ചിക്കാഗോ സ്റ്റൈൽ ഉപയോഗിക്കാറുണ്ട്. സയൻസിലാണെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓരോ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ, ഓരോ സെൻറ്റൻസിൻ്റെ ഉള്ളിലായിട്ടാണ് സൈറ്റേഷൻ കൊടുക്കുന്നത്. അല്ലാണ്ട് ഫൂട്ട് നോട്ടിലല്ല കൊടുക്കുന്നത്, ഓരോ പാരഗ്രാഫ്സിൻ്റെയും ഉള്ളിൽ തന്നെ സൈറ്റേഷൻസ് കൊടുക്കും. അപ്പോൾ ഈ 3 സ്റ്റൈലുകളാണ് കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിക്കാറ്: APA style, MLA style and Chicago style. You can just Google and see different people have used these styles. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക എങ്ങനെയൊക്കെയാണ് ഈ സ്റ്റൈലുകൾ കാണാനായിട്ട്, കാഴ്ചയിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. ഒറ്റയടിക്ക് കാണുമ്പോൾ നമുക്ക് എല്ലാം സിമിലർ ആയിട്ട് തോന്നും, പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇനി ദ ലാസ്റ്റ് ടോപ്പിക് ഇസ് പ്ലാഗിയറിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് പ്ലാഗിയറിസം എന്ന് പറയുന്നത്. യു വിൽ ബി ഫെമിലിയർ വിത്ത് ദാറ്റ്, ഐ ഹോപ്പ്. പ്ലാഗിയറിസം ഈസ് യൂസിങ് സമ്മൺ എൽസ് വർക്ക് ഓർ ഐഡിയാസ് വിത്തൗട്ട് ക്രെഡിറ്റ്. മറ്റൊരുവൻ്റെ വർക്കിനെ അല്ലെങ്കിൽ മറ്റൊരുവൻ്റെ ഐഡിയാസിനെ ആ വ്യക്തിക്ക് ക്രെഡിറ്റ് കൊടുക്കാതെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് പ്ലാഗിയറിസം എന്ന് പറയുന്നത്, അല്ലേ? അതായത് നമ്മുടെ സ്വന്തം പോലെ ഇതെൻ്റെ ഐഡിയ ആണ്, ഇത് ഞാൻ ചെയ്തതാണെന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് പ്ലാഗിയറിസം ആവും. അപ്പോൾ അവിടെ നിന്നൊരു കാര്യം മനസ്സിലാക്കുക, മറ്റൊരാളുടെ ഐഡിയനെ ഉപയോഗിക്കുന്നത് കൊണ്ടോ മറ്റൊരാളുടെ വർക്കിനെ ഉപയോഗിക്കുന്നതുകൊണ്ടോ തെറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? അയാൾക്ക് ക്രെഡിറ്റ് കൊടുക്കാതെ എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് ആ മറ്റൊരുവൻ്റെ വർക്ക് എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് എൻ്റെ വർക്കിൽ മെൻഷൻ ചെയ്യണം. അതിനാണ് നമ്മൾ റെഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ സൈറ്റിംഗ് റെഫറൻസ് എന്ന് പറഞ്ഞില്ലേ, അത് ഇതിന് വേണ്ടിയിട്ടാണ്. മറ്റൊരുവൻ്റെ വർക്ക് നിങ്ങൾ എടുത്തോളൂ, അതിൽ നിന്നുള്ള കണ്ടൻറ്റ് നിങ്ങൾ എടുക്കാം, അതൊരു ഇൻസ്പിറേഷനായിട്ട് എടുക്കുകയും ഞാൻ ആ വ്യക്തിയുടെ വർക്കിൽ നിന്നും റെഫർ ചെയ്ത് കണ്ടൻസ് എടുത്തിട്ടുണ്ടെന്ന് സൈറ്റ് ചെയ്യണം. അതിനുള്ള ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ APAയും MLA ചിക്കാഗോ സ്റ്റൈലൊക്കെ വരുന്നത്. ഓക്കെ, സോ ഈ പ്ലാഗിയറിസം എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് പ്ലാഗിയറിസം ആവുന്നതെന്ന് ചോദിച്ചാൽ, കട്ട് ആൻഡ് പേസ്റ്റ്, എൻ്റയർ കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. വേർഡ് സ്വിച്ച്, നമ്മളിപ്പോൾ വേറൊരാളുടെ കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ആണ് എന്ന് തോന്നിക്കാൻ വേണ്ടി സെയിം മീനിങ് വരുന്ന രീതിയിൽ വാക്കുകൾ മാറ്റി ഉപയോഗിച്ചാലും അത് പ്ലാഗിയറിസം തന്നെയാണ്. ദെൻ മെറ്റഫർ, യൂസിങ് സമ്മൺസ് മെറ്റഫർ വിത്തൗട്ട് പെർമിഷൻ, വേറൊരാൾ ഉപയോഗിച്ച ഉപമകളെ അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പ്ലാഗിയറിസത്തിൻ്റെ ടൈപ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതൊക്കെ എപ്പോഴാണ് പ്ലാഗിയറിസം ആവുന്നത്? ഇഫ് യു ആർ നോട്ട് സൈറ്റഡ് ഇറ്റ്സ് റെഫറൻസസ് പ്രോപ്പർലി. ഇതെല്ലാം ചെയ്തോളൂ, പക്ഷെ സൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന വ്യക്തിയുടെ ആശയത്തിൽ നിന്നും ഞാൻ ഇൻസ്പയർഡ് ആയതാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബി സെഡ് ആസ് പ്ലാഗിയറിസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് പ്ലാഗിയറിസം ചെയ്ത് എന്താ സംഭവിക്കുക, അത് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം എന്നുള്ളതാണ്. ഒന്ന്, സോഷ്യൽ കോൺസിക്വൻസസ്. ഓട്ടോമാറ്റിക്കലി
ഡിസ്ഹോണസ്റ്റിയാണ്. ഒരു റിസർച്ചറുടെ ജീവിതത്തിൽ തന്നെ അയാൾ സത്യസന്ധതയില്ലാതെ ജീവിക്കുന്ന ഒരു രീതിയായിട്ട് മാറും പ്ലാഗാരിസം. ഇപ്പോൾ ഞാനൊരു റിസർച്ചറാണ്, എനിക്ക് ഒത്തിരി റിസർച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാൻ 10, 20, 50 റിസർച്ച് വർക്കുകളൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കൂട്ടുകയാണെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഒരു ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള പാറ്റേണിലേക്ക് മാറും. ദെൻ ലോസ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഒറിജിനലായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് അവരുടെ ക്രെഡിറ്റ് നഷ്ടപ്പെടുകയും അവർക്ക് ഇൻകം നഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ഓട്ടോമാറ്റിക്കലി കുറേയൊക്കെ മറ്റേ അപരൻ്റെ കയ്യിലേക്ക് പോകും, കാരണം മറ്റേ പേരിലേക്ക് സാധനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഇനാക്യുറേറ്റ് അസസ്മെൻറ്റ്, ഫെയർ ഇവാലുവേഷൻ ഇൻ എഡ്യൂക്കേഷനിൽ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ മറ്റൊരു വ്യക്തിയുടെ വർക്ക് കോപ്പി അടിച്ച് സബ്മിറ്റ് ചെയ്താൽ എന്നെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വിദ്യാഭ്യാസത്തെയോ എൻ്റെ റിസർച്ചിൻ്റെ ക്വാളിറ്റിയോ എൻ്റെ എബിലിറ്റീനെയോ അസസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി ഇതൊന്നും പോരാതെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇപ്പോൾ ഒരു റിസർച്ച് എന്നുള്ള നിലയ്ക്ക് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും അത് പ്ലാഗാരിസം ചെയ്യുന്ന ആൾക്ക് തന്നെ ഒത്തിരി നാൾ പ്ലാഗാരിസം കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ അയാൾക്കൊരു സെൽഫ് ഡൗട്ട് വരും. അതായത് ഒരു കുറ്റബോധം, എനിക്ക് ക്വാളിറ്റി ഉണ്ടോ, എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, അങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് ആൻഡ് സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന ഒരു മാനസിക പ്രശ്നമായിട്ട് ഇത് മാറാം. ഒത്തിരി കേസുകൾ അങ്ങനെ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ തിയററ്റിക്കലി പറയുന്നത് പോലെയല്ല, റിയൽ ലൈഫിൽ ഒത്തിരി കേസുകൾ പല നാട്ടിലുമായിട്ട് നടക്കുന്നതായിട്ടും ന്യൂസ് പേപ്പറുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ പ്ലാഗാരിസം എന്ന് പറയുന്നത് ലീഗലി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഇല്ലീഗലാണ്. കണ്ടുപിടിക്കപ്പെട്ടാൽ കേസ് കൊടുക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും ഒക്കെ പ്രൊവിഷനുള്ള ഒരു കാര്യമാണ് പ്ലാഗാരിസം. സോ പ്ലാഗാരിസം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ അക്കാഡമിക് മിസ്കണ്ടക്ട് ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു സിവിയർ പെനാൽറ്റീസ് ഇൻക്ലൂഡിംഗ് എക്സ്പെൽഷൻ. To avoid it, writers must cite properly, avoid direct copying and use plagiarism checkers. ഇത് സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗം ഇതൊക്കെയാണ്. 1, പ്ലാഗാരിസം ചെയ്യാണ്ടിരിക്കുക. 2, അങ്ങനെ മറ്റാശയങ്ങൾ എടുത്താൽ തന്നെ പ്രോപ്പറായിട്ട് അത് സൈറ്റ് ചെയ്ത് കാണിക്കുക. പിന്നെ ഡയറക്റ്റായിട്ട് കോപ്പി ചെയ്യാതിരിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കോപ്പി ചെയ്താലും നിങ്ങൾ ആ ആശയത്തിനെ ഉൾക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയിട്ട് അതിനെ സൈറ്റ് ചെയ്ത് കാണിക്കുക. അതേപോലെ പ്ലാഗാരിസം ചെക്ക് ചെയ്യാനുള്ള പല സോഫ്റ്റ്വെയർസും ടൂൾസും ഒക്കെ അവൈലബിൾ ആണ്, അതൊക്കെ ഉപയോഗിക്കുക. സോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാഗാരിസം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് the research reporting process. Thank you for listening.